5 മൊമെന്റ്സ് ഫോർ ഹാൻഡ് ഹൈജീൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഹാൻഡ് ഹൈജീൻ മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബിഫോർ ടച്ചിങ് എ പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പ്, ബിഫോർ എ പ്രൊസീജിയർ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് മുമ്പ്, പിന്നെ ആഫ്റ്റർ എ പ്രൊസീജിയർ ഓർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ റിസ്ക്, നമ്മൾ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പേഷ്യന്റ് ശരീരത്തിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ കയ്യെ പറ്റിയാൽ, പിന്നെ ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യന്റ്, ഇപ്പൊ പേഷ്യന്റിനെ ടച്ച് ചെയ്തതിന് ശേഷവും, അഞ്ചാമത്തേത് ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യന്റ് സറൗണ്ടിങ്സ്, പേഷ്യന്റ് ചുറ്റുപാട്, കട്ടില്, പേഷ്യന്റ് ഐ വി സ്റ്റാൻഡ്, പേഷ്യന്റ് ബിലോങ്നെസ്, അങ്ങനെ എല്ലാം ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കഴുകും. അപ്പൊ ഇതാണ് 5 മൊമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് 5 മൊമെന്റ്സ് ബിഫോർ ഹാൻഡ് ഹൈജീൻ എന്നുള്ള കാര്യം. നമുക്ക് ടൈപ്സ് ഓഫ് ടാപ്സ് എന്ന് പറയുന്നത് 3 ടാപ്സ് ആണുള്ളത്. എൽബോ ടാപ്പ്, ഫുഡ് ടാപ്പ്, സെൻസർ ടാപ്പ്. ഇപ്പൊ എൽബോ ടാപ്പ് എന്ന് പറഞ്ഞാൽ കൈമുട്ട് ഉപയോഗിച്ച് നമുക്ക്, കാരണം ഈ ഹാൻഡ് ഹൈജീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൈ വൃത്തിയായിരിക്കണല്ലോ, അപ്പൊ പൈപ്പയിലൊന്നും തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ടാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എൽബോ ടാപ്പ് ഉണ്ട്, നമുക്ക് ഫുഡ് ടാപ്പ് ഉണ്ട്, സെൻസർ ടാപ്പ് ഉണ്ട്. അപ്പൊ ഈ 3 തരത്തിലുള്ള ടാപ്പുകളാണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 തരത്തിലുള്ള ഹാൻഡ് വാഷിംഗ് ആണുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഹാൻഡ് വാഷിങ്ങും സർജിക്കൽ ഹാൻഡ് വാഷിങ്ങും. മെഡിക്കൽ ഹാൻഡ് വാഷിംഗ്, സർജിക്കൽ ഹാൻഡ് വാഷിംഗ്. അപ്പൊ അത് നിങ്ങൾ ഓർക്കുക, 2 തരത്തിലുള്ള ഹാൻഡ് വാഷിംഗ് ആണ്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ഹാൻഡ് വാഷിങ്ങിന് വേണ്ടതെന്ന് ചോദിച്ചാൽ, ആന്റി മൈക്രോബിയൽ സോപ്പ്, ഒരു സോപ്പ് വേണം, ഒന്നുകിൽ ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ബാർ പോലത്തെ സോപ്പ് ആകാം. പിന്നെ റണ്ണിങ് വാട്ടർ, വാം റണ്ണിങ് വാട്ടർ, വാം വേണ്ട റണ്ണിങ് വാട്ടർ. പിന്നെ പേപ്പർ ടവൽസ് അല്ലെങ്കിൽ ക്ലോത്ത് ടവൽ നമുക്ക് കൈ തുടയ്ക്കുന്നതിന് വേണ്ടി. പിന്നെ ഫിംഗർ നെയിൽ ബ്രഷ് ഓർ നെയിൽ ക്ലീനർ, കൈയൊക്കെ ബ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇതില്ലേലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കൈ കഴുകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, കട്ട് ദ നെയിൽസ്, നമ്മൾ നെയിൽ കട്ട് ഷോട്ട് ചെയ്യണം. അവോയ്ഡ് നെയിൽ പോളിഷ്, ഹോസ്പിറ്റൽ സൈഡ് നമ്മൾ ഒരിക്കലും നെയിൽ പോളിഷ് അങ്ങനെ ഇടാറില്ല. റിമൂവ് ഓൾ ദ റിങ്സ്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മോതിരങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതൊക്കെ റിമൂവ് ചെയ്യണം. റിമൂവ് റിസ്റ്റ് വാച്ച്, നമ്മുടെ കയ്യിലുള്ള വാച്ച് റിമൂവ് ചെയ്യണം. റിമൂവ് ബാംഗിൾസ് ആൻഡ് ത്രെഡ്, എന്തെങ്കിലും ചരടോ അല്ലെങ്കിൽ കയ്യിൽ വളയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം, അത് മസ്റ്റ് ആണ്. ഇനി നമ്മൾ കാണുന്ന മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ആണ്. മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ, ദ പ്രൊസീജിയർ ടു ഡീകണ്ടാമിനേറ്റ് ഹാൻഡ്സ് യൂസിങ് സോപ്പ് ആൻഡ് വാട്ടർ ഇൻവോൾവ്സ് 3 സ്റ്റേജസ്. ഇതിനകത്ത് 3 സ്റ്റേജേ ഉള്ളൂ: പ്രിപ്പറേഷൻ, വാഷിംഗ്, റിൻസിങ് ആൻഡ് ഡ്രൈയിങ്. ഇപ്പൊ മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ആണ്. ഇതിന് എത്ര നേരം ഉണ്ടെന്ന് വെച്ചാൽ 40 to 60 സെക്കൻഡ്സ്. ഇതാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്സ് ആണ് ഈ ഹാൻഡ് വാഷിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ആദ്യം പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെറ്റ് ഹാൻഡ്സ് അണ്ടർ ടെപ്പിഡ് റണ്ണിങ് വാട്ടർ. ഇപ്പൊ ടാപ്പിൽ നിന്ന് വരുന്ന റണ്ണിങ് വാട്ടറിൽ നമ്മൾ കൈ ഒന്ന് നനയ്ക്കുക. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ സർഫസ്, എല്ലാ ഭാഗത്തും നമ്മൾ സോപ്പ് ഉപയോഗിക്കണം, എല്ലാ ഭാഗവും കവർ ചെയ്യണം. റബ് ഹാൻഡ്സ് പാം ടു പാം, നമ്മുടെ 2 കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഉരയ്ക്കുക. നെക്സ്റ്റ്, റബ് ബാക്ക് ഓഫ് ഈച്ച് ഹാൻഡ് വിത്ത് പാം ഓഫ് അതർ ഹാൻഡ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. ഇതുണ്ടോ, നമ്മുടെ വലത് കൈ എടുത്ത് ഇടത് കൈയുടെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബാക്ക് ചെയ്ത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കൈ ഇതുണ്ടോ, ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവിടെയൊക്കെ മൈക്രോ ഓർഗാനിസം ഒത്തിരി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നന്നായിട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് റബ് ഹാൻഡ്സ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. ഇതുണ്ടോ, വലത് കൈ ഇടത് കൈയുടെ കോർത്ത് പിടിച്ച് ഇന്റർലേസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതെന്തിനു വേണ്ടി, ഈ ഭാഗത്തുള്ള മൈക്രോ ഓർഗാനിസവും കൈയുടെ ഉൾഭാഗത്തുള്ള മൈക്രോ ഓർഗാനിസവും ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റബ് വിത്ത് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാംസ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്. ഇതുണ്ടോ, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോർത്ത് പിടിക്കുകയില്ലേ, അങ്ങനെ പിടിച്ച് വലത് കൈ ഇടത് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്ലീൻ ചെയ്യണം. റബ് വിത്ത് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാംസ്, അതായത് ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുന്നത്, നമ്മൾ കൈ കോർത്ത് പിടിക്കുന്ന രീതിയിൽ. നെക്സ്റ്റ്, റബ് ഈച്ച് തം ക്ലാസ്പ്ഡ് ഇൻ ഓപ്പോസിറ്റ് ഹാൻഡ് യൂസിങ് എ റൊട്ടേഷണൽ മൂവ്മെന്റ്. ഇതുണ്ട്, വലത് കൈ ഇടത് കൈ ഉപയോഗിച്ച് വലത് കൈയുടെ തമ്പ് റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. കാരണം ഈ വലത് കൈയുടെ ഈ തമ്പിന്റെ ഭാഗത്തൊക്കെ മൈക്രോ ഓർഗാനിസം ഇങ്ങനെ ഇരിക്കാറുണ്ട്, അവിടെ വെള്ളം നനയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇടത് കൈയുടെ നമ്മൾ ചെയ്യണം. 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റബ് ടിപ്സ് ഓഫ് ഫിംഗേഴ്സ് ഇൻ ഓപ്പോസിറ്റ് പാം ഇൻ സർക്കുലർ മോഷൻ. അപ്പൊ ഇതുണ്ടോ, വലത് കൈ ഇങ്ങനെ ഈ വട്ടത്തില്, ഈ ഉള്ളം കൈയില് വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഉരയ്ക്കണം. അപ്പൊ ഈ ഭാഗത്തുള്ള മൈക്രോ ഓർഗാനിസം, ഇവിടെയൊക്കെ വെള്ളം നനയാൻ ഇച്ചിരി പാടാണ്, അപ്പൊ ഈ ഭാഗമൊക്കെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടത് കൈയുടെ നമ്മൾ ചെയ്യണം.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റബ് ഈച്ച് wrist വിത്ത് ഓപ്പോസിറ്റ് ഹാൻഡ്. ഇതുണ്ട്, ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യണം. റിൻസ് ഹാൻഡ്സ് thoroughly വിത്ത് റണ്ണിങ് വാട്ടർ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. യൂസ് എൽബോ ടു ടേൺ ഓഫ് ടാപ്പ്. നമ്മൾ മുട്ട് വേണം, കൈയുടെ മുട്ട് വേണം ടാപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ഡ്രൈ thoroughly വിത്ത് സിംഗിൾ യൂസ് ടവൽ. ഒരു തവണ യൂസ് ചെയ്യുന്ന ടവൽ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ ഇടുകയാണ് ചെയ്യുന്നത്, അല്ലെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ് ആണ്. സർജിക്കൽ ഹാൻഡ് വാഷിംഗ് റിക്വയർസ് ദ റിമൂവൽ ആൻഡ് കില്ലിംഗ് ഓഫ് ട്രാൻസിയന്റ് മൈക്രോ ഓർഗാനിസം ആൻഡ് സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ദി റെസിഡന്റ് ഫ്ലോറ ഓഫ് ദി സർജിക്കൽ ടീം ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് ദി ഓപ്പറേഷൻ. ഇൻ കേസ് ഓഫ് സർജിക്കൽ ഗ്ലൗ ഈസ് പങ്ക്ചേർഡ് ടോൺ എൻഷുർ ദാറ്റ് ഫിംഗർ നെയിൽസ് ആർ കെപ്റ്റ് ഷോർട്ട് ആൻഡ് ക്ലീൻ. ഇപ്പൊ നമ്മൾ സർജിക്കൽ ഹാൻഡ് വാഷിംഗ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഇത് ഡീപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ സർജറിക്കൊക്കെ മുമ്പായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൈയൊക്കെ നെയിലൊക്കെ കട്ട് ചെയ്യണം, കാരണം ഗ്ലൗസ് ഒക്കെ കീറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സർജിക്കൽ ഹാൻഡ് വാഷിംഗ് മെയിൻ ആയിട്ട് പ്രയർ ആയിട്ട് സർജറിക്ക് മുമ്പാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഹാൻഡ് വാഷിംഗ് ആണ്. നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40 to 60 seconds ആണ്. അപ്പൊ ആദ്യം നമ്മൾ പൈപ്പ് ഓൺ ആക്കിയിട്ട് നമ്മൾ റണ്ണിങ് വാട്ടറിൽ കൈ രണ്ടും ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് സോപ്പ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നന്നായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ എല്ലാ ഭാഗത്തും സോപ്പ് പറ്റിക്കണം. അത് കഴിഞ്ഞ് വലത് കൈ എടുത്ത് ഇടത് കൈയുടെ മുകളിൽ ഇങ്ങനെ ഇന്റർലൈസ് ചെയ്ത് വിരലിന്റെ ഓരോ ഭാഗവും നമ്മൾ ഈ ഇടയ്ക്കൊക്കെ മൈക്രോ ഓർഗാനിസം ഇരിക്കാം. അപ്പൊ അതിനുവേണ്ടിയാണ് രണ്ട് കൈയുടെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഇന്റർലൈസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാം ടു പാം ഇന്റർലൈസ് ചെയ്താണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള മൈക്രോ ഓർഗാനിസം പോകുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ് ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലോക്ക് ചെയ്ത് അപ്പൊ നഖത്തിന്റെ ഇടയ്ക്കുള്ള അണുക്കളെല്ലാം പോയിക്കോളും. രണ്ട് കൈയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വലത് കൈ എടുത്ത് ഇടത് കൈയുടെ തമ്പ് ഇതുപോലെ റൊട്ടേഷനും മോഷനും നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പൊ തമ്പിന്റെ ഒക്കെ ഭാഗത്ത് കൂടുതൽ മൈക്രോ ഓർഗാനിസം ഇരിക്കും. പിന്നെ നടുഭാഗം നമ്മൾ എന്തിനാ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നടുഭാഗത്ത് വെള്ളം പറ്റാൻ കുറച്ച് സോപ്പൊക്കെ പറ്റാൻ സാധ്യത കുറവാണ്, കാരണം അവിടെ ഒരു കുഴിവുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അവിടെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് റൊട്ടേഷൻ മോഷന് ക്ലീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴുകുക. ലാസ്റ്റ് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ കൈയെല്ലാം തുടച്ചിട്ട് നമ്മൾ ആ ടിഷ്യൂ പേപ്പർ തന്നെ ഉപയോഗിച്ച് പൈപ്പ് ഒന്ന് ഓഫ് ചെയ്യുക. ഇതാണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗിന്റെ സ്റ്റെപ്സ്. നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. ഇത് കണ്ടോ, ഇതിന് നമുക്ക് വേറൊരു ബെറ്റാഡി സ്ക്രബ് ആണ് ഇതിനകത്ത് യൂഷ്വലി ഉള്ളത്. അത് ഉപയോഗിച്ച് നമ്മൾ ഇവിടം വരെ നമ്മൾ സ്ക്രബ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും കൈ നമ്മുടെ ഈ ചെസ്റ്റിന്റെ ലെവലിൽ താഴെ പോകാൻ പാടില്ല. കൈ വാഷ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ പ്രൊസീജിയറിന് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനാണ് മുമ്പത്തെ വീഡിയോയെ. അപ്പൊ ആ വീഡിയോ നോക്കി നിങ്ങൾ അത് പഠിച്ചിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊസീജിയർ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.